നമസ്കാരം. ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ പഴയ കളർ ടി വിയിൽ പുതിയ ലോക്കൽ കിറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. എൻ്റെ കുറച്ച് കൂട്ടുകാർ ഇടയ്ക്ക് പറയുകയുണ്ടായി, കളർ ടി വിയിൽ ബോർഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 മാസം 4 മാസം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് കസ്റ്റമർ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ബോർഡ് കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യുന്ന വിധത്തിൽ ഫിറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് പവർ സപ്ലൈ മുതൽ ആരംഭിക്കാം. ഈ കാണുന്ന ഇത്രയും ഭാഗമാണ് ഇതിൻ്റെ പവർ സപ്ലൈ സെക്ഷൻ. ഈ പവർ സപ്ലൈയിൽ വരുന്ന മെയിൻ ഫിൽട്ടർ കപ്പാസിറ്റർ, അതായത് ഇതിൽ 300 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ ഇട്ടിരിക്കുന്നത്. ഇത് നമ്മൾ എങ്ങനെയായാലും ചേഞ്ച് ചെയ്ത് പുതിയതൊരെണ്ണം ഇടുന്നതാണ് നല്ലത്. ഇതിൽ കിടക്കുന്നത് ലോ ക്വാളിറ്റി ആയിട്ടുള്ള കപ്പാസിറ്ററാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. 150 MFD 450 വോൾട്ട് കപ്പാസിറ്ററാണ്. ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ചേഞ്ച് ചെയ്യാൻ വെച്ചിരിക്കുന്ന പഴയ ബോർഡിൽ നല്ല കപ്പാസിറ്റർ ആണെങ്കിൽ ആ പഴയതിളക്കി ഇതിലിട്ട് കൊടുത്താൽ മതി. പിന്നെ രണ്ടാമത് നമ്മൾ മാറേണ്ടത് SMPSൻ്റെ ഔട്ട്പുട്ട് സ്റ്റേജിൽ വരുന്ന 110 ഒരു 47 160 വോൾട്ട് കപ്പാസിറ്ററുണ്ട്. പിന്നൊരു 470 25 ഒരു കപ്പാസിറ്ററുണ്ട്. ഒരു 470 16 അപ്പോൾ ഈ 3 കപ്പാസിറ്ററുകളും നമ്മൾ മാറി പുതിയത് തന്നെ കെൽട്രോണിൻ്റെ എല്ലാം കപ്പാസിറ്ററുകൾ ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ 110 ഔട്ട്പുട്ടിൽ വരുന്ന വേറൊരു കപ്പാസിറ്ററുണ്ട് 47 250 അല്ലെങ്കിൽ 22 250. ഈ കപ്പാസിറ്റർ കൂടി ചേഞ്ച് ചെയ്യണം. പിന്നെ അടുത്തത് മാറാനുള്ളത് ഇതിൽ 180 വോൾട്ട് വരുന്ന ഒരു കപ്പാസിറ്ററുണ്ട് 10 250 അല്ലെങ്കിൽ 22 250 അങ്ങനെ വരുന്ന ഈ ഒരു കപ്പാസിറ്റർ ഇതും കൂടി മാറുന്നത് നല്ലതാണ്. പിന്നെ ഇതിൽ വരുന്ന ഹൊറിസോണ്ടൽ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ വന്ന് ഗ്രൗണ്ട് ചെയ്യുന്ന ഒരു 2 kV കണ്ടൻസറുണ്ട് 912 2 kV കപ്പാസിറ്റർ. ഇത് ചിലതിൽ വരുന്നത് തീരെ ക്വാളിറ്റി ഇല്ലാത്ത ഒരെണ്ണമാണ് വരുന്നത്. അത് ഇളക്കി റിമൂവ് ചെയ്ത് വേറെ ഒത്തിരി നല്ലതൊരെണ്ണം ഇടുന്നതും നല്ലതാണ്. ഇട്ടില്ലെങ്കിലും സാരമില്ല, പക്ഷെ അത് മാറുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലെ സോൾഡറിങ് ആണ്. നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പുതിയൊരു ബോർഡ് ഒരു ടി വിയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുമ്പം നമ്മൾ എങ്ങനെയായാലും മെയിൻ IC ഡ്രൈ സോൾഡറിങ് ചെയ്യണം. മെയിൻ IC, മെമ്മറി IC, ആഡിയോ ഔട്ട് IC, ആഡിയോ IC, വെർട്ടിക്കൽ IC, HOUT, LOT. ഇത് മൊത്തത്തിൽ രണ്ടാമത് ഡ്രൈ സോൾഡറിങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീരെ കംപ്ലൈൻറ്റുകൾ വരത്തില്ല. പിന്നെ ഉള്ളത് നമ്മളെ ബേസ് ബോർഡാണ്. ബേസ് ബോർഡിൽ RGBയുടെ 3 ട്രാൻസിസ്റ്റർ ഉണ്ട്. ഈ ട്രാൻസിസ്റ്റർ ഡ്രൈ സോൾഡറിങ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൽ വരുന്ന 15K റെസിസ്റ്റൻസ് ഉണ്ട് 3 എണ്ണം. ഇത് ഡ്രൈ സോൾഡറിങ് ചെയ്യണം. പിന്നെ വരുന്നത് ബേസ്. ഇതെല്ലാം റീസോൾഡറിങ് ചെയ്ത് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയായാലും ഇത് കംപ്ലൈൻറ്റ് വിരളമായിട്ട് മാത്രമേ വരികയുള്ളൂ. അല്ലെങ്കിൽ ലൈറ്റ്നിങ്ങോ വോൾട്ടേജിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന എന്തെങ്കിലും കംപ്ലൈൻറ്റ് മാത്രമേ വരികയുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി ഉടനെ കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ.